ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വോറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് നവംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് മാച്ച് ആവില്ല, അത് നിങ്ങൾക്ക് ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവണ മെസ്സേജസ് എടുത്താൽ മതി, നിങ്ങളുടെ ലൈഫിന് മാച്ച് ആവണ മെസ്സേജസ് എടുത്താൽ മതി. ബാക്കിയുള്ള മെസ്സേജസ് വേറെ സ്കോർപ്പിയോസിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, ഇല്ലച്ചാൽ ഇമെയിൽ ചെയ്യാം. അതും അല്ലച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക. ഞാൻ ഉടനെ റെസ്പോണ്ട് ചെയ്തോളാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നവംബർ മാസത്തിൻ്റെ മന്ത്ലി മെസ്സേജസ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻസിൽ ബോണസ് എന്ന് പറഞ്ഞ് എഴുതുക. നിങ്ങൾ എത്രയും ബോണസ് മെസ്സേജസ് ഇടണു അത്രയും ഞാൻ മാക്സിമം ബോണസ് മെസ്സേജസ് കിട്ടിയ സയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോണസ് റീഡിങ് ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ നവംബർ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒറക്കിൾ മെസ്സേജസ് ആണ് എടുക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് നിങ്ങളുടെ ടേബിൾ ഹാർഡ് വർക്ക് അഹെഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസം കുറേ ഹാർഡ് വർക്കിംഗ് മാസമാണ്. കുറേ എല്ലാത്തിലും കുറേ ഹാർഡ് വർക്ക് വേണ്ടി വരും. വൈൻ എഴുതിയിട്ടുണ്ട്. സീക്ക് ഔട്ട് ഇൻഫർമേഷൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ബ്ലോക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നോക്കുക, കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ നോക്കുക. ഇൻഫർമേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഹെൽപ്പ് ചെയ്യും ആ സിറ്റുവേഷനിൽ. ഡാർക്ക് വുമൻ എഴുതിയിട്ടുണ്ട്. ഡീലിങ്സ് റിലേഷൻഷിപ്പ് വിത്ത് എ വുമൻ വിത്ത് ഡാർക്ക് കോംപ്ലെക്ഷൻ ആൻഡ് ഹെയർ. അപ്പോൾ ഏതോ ഒരു വുമൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. ഇതൊരു റൊമാൻറ്റിക് എനർജി ആവണം എന്നില്ല. ഫാമിലി മെമ്പർ ആവാം, ഫ്രണ്ട് ആവാം. ക്രിബ്, ബർത്ത് കൺസെപ്ഷൻ ഓഫ് എ ചൈൽഡ് ഓർ എൻ എൻ്റർപ്രൈസ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നൻ്റ് ആയിരിക്കാം, ഡ്യൂ ഡേറ്റ് അടുക്കാറായിരിക്കാം, ഇല്ലച്ച പ്രഗ്നൻസിയുടെ ന്യൂസ് കിട്ടുന്നുണ്ടാവും ഈ മാസം. അതല്ലച്ച ഒരു പുതിയ ബിസിനസ്സിൻ്റെ ലോഞ്ചായിരിക്കാം ഈ മാസം. ഫ്ലൈ, എ പീരിയഡ് ഓഫ് ഇൽ ഹെൽത്ത്, ഡിപ്രഷൻ. അപ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഡിപ്രഷൻ്റെ ചാൻസസ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി മുമ്പും ഡിപ്രഷൻ പേഷ്യൻ്റ് ആണ് വെച്ചാൽ കൂടുതൽ സൂക്ഷിക്കാണ്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. ആൻ എക്സൈറ്റിംഗ് ഈവെൻറ്റ്. അപ്പോൾ എന്തോ ഒരു നല്ല ഈവെൻറ്റ്, എക്സൈറ്റിംഗ് ഈവെൻറ്റ് നടക്കാൻ പോകുന്നുണ്ട് ഈ മാസം. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ ടാരോ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? സൺ ആണ് ഓവറോൾ എനർജി. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജിയാണ് 5 ഓഫ് വാൻഡ്സ്. കറണ്ട് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി 3 ഓഫ് പെൻറ്റിക്കിൾസ്. ചാലഞ്ച് പൊസിഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് പെൻറ്റിക്കിൾസ്. അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കണേ. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് ക്വീൻ ഓഫ് വാൻഡ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ സ്കോർപ്പിയോ, സൺ എനർജിയാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. സൺ ലിയോ എനർജിയാണ്, പക്ഷേ ഇതൊരു കുറേ പോസിറ്റീവ് എനർജിയാണ്, എബണ്ടൻസിൻ്റെ എനർജിയാണ്. നല്ല ഹാപ്പി ഉള്ള മന്താണ് ഇത്. കുറേ ഗുഡ് ന്യൂസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സൺ എനർജി ഇവിടെ? 10 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഓപ്പോസിറ്റ് എനർജിയാണ്. ഓക്കെ, ഒരു സൈഡിൽ, ഒരു ഭാഗത്തിൽ ക്ലാരിറ്റി, അബണ്ടൻസ്, ഹാപ്പിനെസ് ഒക്കെയാണ് കാണുന്നത്. മറ്റേ സൈഡിൽ ഒരു ബിട്രിയലിൻ്റെ എനർജി കാണുന്നു. അപ്പോൾ രണ്ടുമുണ്ട് ഈ മാസം. ഓക്കെ, ഒരു
എന്താ പറയുക, ഒരു എൻഡിങ്ങും ഉണ്ട്, ഒരു പോസിറ്റീവ് ന്യൂ തുടക്കവും ഉണ്ട്. 6 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷനിൽ ഒരു ബിട്രയലിൻ്റെ എനർജി ഉണ്ട്. ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരണമുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് കുറേ ഈ പേഴ്സൻ്റെ കൂടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവണം എന്ന് പ്രേ ചെയ്യേണ്ട വെച്ചാൽ ആ പേഴ്സൺ ഈ മാസം തിരിച്ചു വരാൻ പോകുന്നുണ്ട്. 5 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിലുള്ളത്. പാസ്റ്റിൽ ഏതോ സിറ്റുവേഷനിൽ കുറേ കോമ്പറ്റീഷൻ ആയിട്ടാണ് കാണുന്നത്. ഇത് കരിയറിലാവാം. കരിയറിൽ കുറേ എന്താ പറയുക, പ്രൊമോഷന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഇല്ല വെച്ചാൽ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആ സെയിം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, ട്രൈ ചെയ്യുക. അപ്പം അങ്ങനെ കുറേ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി കാണാണ്ട് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം റിലേഷൻഷിപ്പിൽ. അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ വഴക്കിൻ്റെ എനർജി ആവാം. അപ്പോൾ കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഫിനാൻഷ്യൽ കാര്യമാവാം, ഈ പൈസയുടെ കാര്യത്തിൽ കുറേ വഴക്കുണ്ടാവുന്ന എനർജി ആവാം. അതല്ല വെച്ചാൽ ഇവിടെ ഒരു ഞാൻ പറഞ്ഞ മാതിരി തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. ഇവിടെ ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ലവ് റിലേഷൻഷിപ്പിൽ തന്നെ ആവണം എന്നില്ല, ഒരു ഫ്രണ്ട്ഷിപ്പിലും പൈസയുടെ ഇഷ്യൂ എടുത്തിട്ട് അതിൻ്റെ കാരണം വഴക്കുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഫ്രണ്ട്ഷിപ്പ് അതിൽ ഒരു ബ്രേക്കപ്പ് മാതിരി ഒരു എനർജി അതും ആവാം. ഓക്കെ, പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, ബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ ഈ മാസം കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ എനർജിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. റിലേഷൻഷിപ്പ് കുറേ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, ഫാമിലി യുടെ കൂടെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ചില ബ്ലോക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്സ് എന്താണ്? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഇമോഷണലി ചില ബ്ലോക്സ് ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ചില ബ്ലോക്സ് ഉണ്ടാവും. ഇത് പുറമെയുള്ള ബ്ലോക്സ് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ചില മെൻ്റൽ ബ്ലോക്സും ഉണ്ടാവും. അതും ആവാം ഇവിടെ. പക്ഷേ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് പറയണത് ഗിവ് അപ്പ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഈ ബ്ലോക്സൊക്കെ നിങ്ങൾക്ക് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റും. ഇതൊരു ടെമ്പററി ഫേസ് ആണ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് വേറെ ആൾക്കാരുടെ കൂടെ കൊലാബറേറ്റ് ചെയ്യണ എനർജിയാണ്, വേറെ ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് എന്തോ ചെയ്യണ എനർജിയാണ്, ഒരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ചെയ്യണ എനർജിയാണ്. ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം, ഫാമിലിയുടെ കാര്യത്തിലാവാം. പക്ഷേ ക്വീൻ ഓഫ് സോഡ്സ് ആവുമ്പോൾ ഞാൻ കാണുന്നത് ചില റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിലുണ്ട്. ഇത് ഫ്രണ്ട്ഷിപ്സ് ആവാം, ലവ് റിലേഷൻഷിപ്പ് ആവാം, അല്ലച്ചാൽ നിങ്ങളുടെ ഓഫീസിൽ തന്നെ ചിലവരുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചാൽ ചില അൺഹെൽതി കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യണു നിങ്ങളുടെ ലൈഫിൽ. എന്താ വെച്ചാൽ ചിലവർ ഇങ്ങനെ ഒരു നിങ്ങളുടെയും അവരുടെ റിലേഷൻഷിപ്പ് തന്നെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കണു, അവരെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണു. അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ചില ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും, ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതും ആവാം. അതിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്, ലഗ്സൂറിയസ് ലൈഫിൻ്റെ എനർജിയാണ് കാണുന്നത്. ഈ മാസം നിങ്ങൾക്ക് കുറേ എഫേർട്ട് ഇടേണ്ടി വരും എല്ലാത്തിനും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഔട്ട്കം വേണം നിങ്ങളുടെ കരിയറിൽ, ഇല്ലച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, എല്ലാത്തിലും എഫേർട്ട് കൂടുതലാണ് ഇടേണ്ടത്. എന്താ വെച്ചാൽ ഈ മാസം അങ്ങനെയാണ് പറഞ്ഞാൽ ഈ മാസം ഒന്നും ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടില്ല. ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് അത്ര എഫേർട്ട് ഇടേണ്ടി വന്നില്ല. പക്ഷേ ഈ മാസം അങ്ങനെയല്ല. ഈ മാസം എല്ലാത്തിലും നിങ്ങൾക്ക് ഡബിൾ എഫേർട്ടാണ് ഇടേണ്ടി വരണേ. അതാണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. ഓക്കെ, എല്ലാം കാര്യങ്ങൾ സ്ലോ ആയിട്ടാണ് പ്രോഗ്രസ് ചെയ്യണത് ചില സമയത്ത്. പിന്നെ ചില സമയത്ത് കുറേ ഒരു സഡൻലി കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരണ എനർജിയും കാണാണ്ട്. അപ്പോൾ കുറേ അൺസ്റ്റേബിൾ എനർജീസാണ് ഞാൻ കാണുന്നത്. ചില സമയത്ത് എല്ലാം വേഗം ഉണ്ടാവുന്നുണ്ട്, പിന്നെ ചില സമയത്ത് ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ടാവണു. പേജ് ഓഫ് ഫോൺസ് ആണ് നിങ്ങളുടെ അഡ്വൈസായിട്ട് വന്നണേ. അപ്പോൾ പേജ് ഓഫ് ഫോൺസ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു
പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്കൊരു പേടി, എന്താ വെച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യോ ശരിയാവോ, അങ്ങനെ ഒരു മനസ്സിലൊരു സംശയമുണ്ട്. 8 ഓഫ് കപ്സ് എന്തോ ഒരു ഹാപ്പി അല്ലാത്ത എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാനാണ് യൂണിവേഴ്സ് പറയണത്. വീൽ ഓഫ് ഫോർച്യൂൺ, ഇവിടെ ഞാൻ കാണുന്നത് ഏതൊരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ, ഇവർ നിങ്ങളെ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പേടി ഉണ്ടാവും. ഇവരെ ആദ്യം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കുറച്ച് സമയം കൊടുക്കുക. എന്താ വെച്ചാൽ ഉടനെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ല വെച്ചാൽ ഉടനെ തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മുമ്പോട്ട് പറഞ്ഞാൽ കുറച്ചുകൂടിയും സമയം കൊടുത്ത് ആലോചിച്ചിട്ട് മതി ഒരു തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് സർപ്രൈസ് ഫാക്ടറിൽ. അപ്പോൾ ഏതൊരു ഫയർ സൈൻ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണു. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓക്കെ, ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ മുമ്പേ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ പേഴ്സൺ നിങ്ങളെ കുറേ ഒരു റിജക്റ്റഡ് ആയ ഫീലിങ്ങിലാണ് വിട്ടിരിക്കണേ. ഫിനാൻഷ്യലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ കാരണം ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ 3 എനർജിയാണ് ഞാൻ കാണുന്നത് ഇവിടെ. നിങ്ങൾക്ക് പൊതുവേ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല അത്ര ഈ മാസം. എന്താ വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒരു അൺപ്രെഡിക്റ്റബിൾ മാതിരി സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഇല്ലാത്ത മാതിരി ഒരു എനർജി ഇവിടെ കാണാണ്ട്. മെൻ്റൽ ഹെൽത്തിലും സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഈ മെൻ്റലി നിങ്ങൾ അത്ര ഒരു കോൺഫിഡൻ്റ് ആവാത്തതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലും കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ ഒരു ടെൻഷൻ പോലെ ഒരു എനർജി. ആൻഡ് ഈ പേഴ്സൺ, ഈ തിരിച്ചു വരണ പേഴ്സൺ, അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല ഇവിടെ. എന്താ വെച്ചാൽ അവരത് നല്ലോണം മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല ഹിഡൻ എനർജീസാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. എന്താ വെച്ചാൽ ഈ മാസം അവരത് റിവീൽ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും, പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ തിരിച്ചു വന്നിരിക്കണേ, എന്താണ് അവരുടെ മനസ്സിലുള്ളത്, അവരെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമ്മൾക്ക് ഈ റീഡിങ്ങിൽ ഇപ്പോൾ തൽക്കാലം കാണാൻ പറ്റുന്നില്ല. അത് മേ ബി നിങ്ങൾക്ക് നെക്സ്റ്റ് റീഡിങ്ങിലായിരിക്കും കുറച്ചുകൂടി അവരുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആയിട്ട് വരിക. പക്ഷേ അതുവരെ കുറച്ച് ഒരു ക്ലാരിറ്റി കിട്ടണ വരെ കുറച്ചൊരു വെയിറ്റ് ചെയ്യുക, അതാണ് യൂണിവേഴ്സ് പറയണത്. 4 ഓഫ് സോഡ്സ്, ഇവിടെ ഹീലിംഗ് എനർജീസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ മാതിരി ഹെൽത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം. ടവർ എനർജി സ്കോർപ്പിയോ എനർജി തന്നെയാണ്. അപ്പോൾ എന്തോ ഒരു സഡൻ ചേഞ്ച്, ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം കുറേ അൺപ്രെഡിക്റ്റബിൾ ആണ്. എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ ഉടനെ ഉണ്ടാവും, പിന്നെ ചില കാര്യങ്ങൾ കുറേ ഡിലേ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പറയാൻ പറ്റാത്ത ഒരു എനർജിയാണ് ഈ മാസം. പറഞ്ഞാൽ കുറേ കൺഫ്യൂഷനും ഉണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ പ്ലാൻ ചെയ്യണ്ടേ, അത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഏത് ചോയ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായ ചോയ്സ്, അതും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആയിക്കൂടെ ഒരു കൺഫ്യൂഷൻ ഇല്ല മാസമാണ്. കുറേ ഇംബാലൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടിയും ബാലൻസ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ മാസം കുറച്ചൊരു പേഷ്യൻസ് ലെവൽ നിങ്ങൾക്ക് കൂടേണ്ടി വരും. എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയാണ് എനർജീസ് കാണുന്നത് സ്കോർപ്പിയോ. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. കുറേ മെസ്സേജസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു പേഴ്സണിന് മാത്രമായിട്ട് മെസ്സേജസ് അല്ല, കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ വേറെ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാച്ച് ചെയ്യണ മാതിരി ഒരു മെസ്സേജ് ആവാം. ഓക്കെ, എന്താ വെച്ചാൽ ഒരു കണക്ഷൻ ഇല്ലാത്ത മെസ്സേജസ് ആണ് വന്നിരിക്കണം ഈ മാസം. അപ്പോൾ സ്കോർപ്പിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് ക്യാൻസർ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ഫയർ സൈൻ ഉണ്ട് പാസ്റ്റിൻ്റെ പേഴ്സൻ്റെ എനർജിയിൽ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഉള്ളത് ഇവിടെ. ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻസിൽ ബോണസ് എഴുതുക. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബോണസ് റീഡിങ് ഇടാം. ആൻഡ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.